ചായക്കടയിലെ അപ്പാപ്പ വന്നിട്ടുണ്ടമ്മേ. നീ എന്ന് വന്നടാ പോളെ? ഞാൻ ഇന്നലെ എത്തി. ഓ ശരി, ഇരിക്കളേപ്പാ. കഴിഞ്ഞ മാസം വരേണ്ട എടുത്തി. അതിനിടയ്ക്ക് കമ്പനിയിൽ കുറെ ഇഷ്യൂസ്, അതാ സമയം പോയി. ആ വാ മോളെ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും മുടി മൊത്തം പൊഴിഞ്ഞു പോയല്ലോ പോളെ, എന്ത് പറ്റി? വയസ്സായില്ലേ എടുത്തി, നീ അതൊക്കെ അങ്ങനെ പോകും. ഇളയപ്പന് എന്ത് പ്രായമായിന്നാ പറയണേ? ഇളയപ്പ ഇപ്പോഴും ചുള്ളനല്ലേ? നീ എന്താ പോളെ ലിസിയും പിള്ളേരെയും കൊണ്ടുവരാഞ്ഞത്? മക്കൾക്ക് അവിടെ ക്ലാസ് എടുക്കല്ലേ എടുത്തി. അടുത്ത വെക്കേഷൻ എല്ലാവരും കൂടി വരാം. സാറമോളോ? അവള് വല്യപ്പൻ്റെ അടുത്തുണ്ട് പോളെ. ഷാമൂലോ? ചേട്ടനും അവിടെ ഉണ്ടാ പാപ്പ? ആ പീറ്ററുടെ എന്നാ? അവനൊന്ന് ലീവാ മോനെ. ചേട്ടന്റെ ബാങ്കിൽ പോവാന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. ലിസി ആന്റി എന്ത് പറയണേ ഇളയപ്പോ? അവള് ജോലി തിരക്ക് തന്നെ, മക്കളുടെ കാര്യം തന്നെ നോക്കാൻ അവൾക്ക് സമയമില്ല. മോളെ ഇളയപ്പിനൊരു ചായ എടുക്കേ, മധുരം കുറച്ച് മതി കേട്ടോ മോളെ. ആ നീ എന്താ പാത്ത് പതിക്കണേ? ഇങ്ങോട്ട് കേറി വടക്കാൻ. അത് വണ്ടി കണ്ടിപ്പോ ആരാ നോക്കിയതാ. ആ വാ, നീ അങ്ങ് പൊക്കൊക്കെ വെച്ചല്ലോ. ചേട്ടത്തേക്ക് ഇപ്പൊ പ്രഷറൊക്കെ എങ്ങനെയുണ്ട്? ഓ 2 നേരവും മരുന്ന് കഴിക്കണം പോളെ. അതിവിടെ ഞാനൊരു വീഡിയോ കൂടെ ചെയ്തില്ല എൻ്റെ പോളെ. അത് ഞാൻ അറിഞ്ഞു ചേട്ടത്തി, അതിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. അതിനിപ്പം കുഴപ്പമൊന്നുമില്ല പോളെ, പക്ഷെ 2 മാസം ഞാൻ ഇരുന്നു. ഇരിക്കുമ്പോഴേ അറിയുള്ളൂ പോളെ അതിൻ്റെ ബുദ്ധിമുട്ട്. ചക്കിലാട്ടുന്നിടത്തില്ല പിണ്ണാക്ക്, പിന്നെ ആ വീട്ടിൽ എണ്ണയും പിണ്ണാക്കം കിട്ടുന്നത്. അതെന്താ ചേട്ടത്തി അങ്ങനെ പറയുന്നത്? ചേട്ടത്തിക്ക് ഇവിടെ സുഖമല്ലേ? സുഖം? നിനക്ക് വേറെ ഒന്നും പറയാനില്ലേ പോളെ? ഇപ്പൊ ചേട്ടത്തിക്ക് ഇവിടെ സുഖമില്ലാന്നാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? പരമസുഖമെന്നല്ലേ പറഞ്ഞത്? ഞാൻ നീ അധികം നേരം ഇരിക്കുന്നില്ല എടുത്തി. പീറ്റർ പറഞ്ഞേക്കും മോളെ. പോട്ടെ. ആ പോയോ? പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ വരാതി. അയ്യോ ഇതൊന്നും വേണ്ട എൻ്റെ പോളെ. അല്ല കയ്യിലിരിക്കട്ടെ. ആ അപ്പാപ്പ എപ്പോ വന്ന്? അപ്പാപ്പ വന്നിട്ട് എത്ര നേരമായി മോളെ? ഞാൻ വല്യപ്പൻ്റെ അവിടെ ആയിരുന്നു പാപ്പ. വല്യപ്പനിപ്പോ എങ്ങനെയുണ്ട് മോളെ? അങ്ങനെ പാപ്പ കടപ്പാ. എന്നാ ശരി മോളെ, അപ്പൊ അവൻ അങ്ങ് പോകുന്നുണ്ട്. നീ വരില്ലേ പാപ്പൻ? ആ വരാം മോളെ, ഇടയ്ക്ക് വരാം. ചേച്ചി എങ്ങടെ പോയോട്? വീണ്ടും അടി ഫോണും കൊണ്ടുപോയിട്ട്. എന്താണ് അമ്മയും അമ്മാമ്മയും വീണ്ടും അടി തുടങ്ങി. ചേച്ചി പെട്ടെന്ന് അപ്പനെ വിളിച്ചേ. അവിടെ അമ്മാമ്മയുടെ തല പൊട്ടി ചോര വരുന്നുണ്ട്. ചേച്ചി വേഗം അപ്പനെ വിളിച്ചേ. കിട്ടിയോ അപ്പ? അപ്പനെവിടെയാ അപ്പ? അപ്പനൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ അപ്പ. അപ്പ അപ്പൊ ഒന്ന് വേഗം ഇങ്ങോട്ട് വരുമോ? അമ്മാമ്മയുടെ തല പൊട്ടി ചോര വരപ്പ. വേഗം വായപ്പ. നീ ഒന്നും ചെയ്യണ്ടടാ, നീ ഇങ്ങനെ ഇരുന്നാ മണം കൊഴുങ്ങിയായിട്ട്. മോള് പോയി ചേച്ചിയുടെ കൂടെ കളിക്കാൻ നിൽക്കും. എന്ന് പറഞ്ഞാൽ കേട്ടതൊന്നുമല്ലോ, ഞാനാണ് ഇതിനെല്ലാം കാരണക്കാരനെന്ന്. നീ വലിയ വർത്താനൊന്നും പറയണ്ട പീറ്ററെ, നീ എന്നെ ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കണേ. അവള് പറയുന്നതിലും കാര്യമുണ്ട്. വീട്ടിലെ ആണുങ്ങൾ ചോദില്ലെങ്കിൽ ഇതും ഇതിലപ്പുറം നടക്കും. ഇനി ഇവിടെ നേരെയാക്കാനൊന്നും ഇവനെ കൊണ്ട് പറ്റില്ല. എന്നെ നേരെയാക്കാനായിട്ട് ഇങ്ങോട്ട് വാഴോ പൊന്നാങ്ങളി പെങ്ങന്മാരും തിളച്ചതൊന്നും കോരി ഒഴിക്കും ഞാൻ. കേട്ടില്ലേ അവളുടെ നാവ്? എന്റെ കുടുംബത്തെ അവളുടേതായിരുന്നു. അവളുടെ നാവ് വലിച്ച് കോൺ കൊടുത്തേനാ അവിടുത്തെ തൊള്ളോ. എന്റെ അമ്മ ഒരു പാവായതുകൊണ്ടാ. നിങ്ങളുടെ അമ്മയെ നിങ്ങൾക്ക് അപ്പം നാവ് വലിച്ച് കോൺ കൊടുക്കേണ്ടതേ നിങ്ങളുടെ അമ്മയുടെയാ. നീ ഇത് കേൾക്കണില്ലേ? കെട്ടിയോനെന്ന് പറയാൻ നിനക്ക് നാണാവില്ലേ പീറ്ററെ? എന്റെ അന്നെ ഒന്നും മിണ്ടാണ്ടിക്ക്. അയ്യോ തൊഴടാ, നീ അവളെ കാല പിടിച്ച് തൊഴ്. ഓ ഞങ്ങളുടെ അമ്മയുടെ വയറ്റിലാണ് നീ പിറന്നൂല എന്റെ പീറ്ററെ. പീറ്ററെ, ചേച്ചി ഒരു കാര്യം പറയാൻ മോനോട്. ഇപ്പൊ നമ്മുടെ അമ്മയുടെ തല മാത്രം പൊട്ടിയിട്ടുള്ളൂ. നാളെ ഇതിനെക്കാട്ടിലും വലിയൊരു അപകടം ഇവിടെ ഉണ്ടായാലേ, പ്രത്യേകിച്ച് നീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, നമുക്കിവിടെ തല നിവർത്തി നടക്കാൻ പറ്റില്ല. അത് ഞാൻ പറഞ്ഞേക്കാം. ആ ദേ വരുന്നുണ്ട് പുലി. ഇനി കിട്ടുന്നവരൊക്കെ മേടിച്ചോ. ഇവിടെ ഇവിടെ ഒരാളെന്റെ അമ്മനെ തല്ലിട്ട് കുടിച്ചിട്ട് ഇരിക്കുന്നു ഇവിടെ.
തല്ലിയത്? ഇവിടെ ആരല്ല അമ്മേനെ തല്ലിയതെന്ന്? ഈ നമ്മളവൻ ആര് തല്ലാനാ? ദേ നിക്കണു അവളെന്നെ. ഈ പട്ടി കഴിയുടെ മോളെ, നീ ഞങ്ങളുടെ അമ്മച്ചിനെ തല്ലൂല്ലേ? വിടടി, നിന്നെ അവളെ ഒന്ന് പിടിച്ച് മാത്ര പീറ്ററെ. ഞങ്ങളുടെ അമ്മനെ തല്ലൂലടി. ഇനിയും തല്ലൂടി, ഞാൻ ഇനിയും തല്ലൂടി. നിന്നെ ഞാൻ ശരിയായിരിക്കും. എടി മേരിക്കുട്ടി, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? എടി മേരിക്കുട്ടി മോളെ, എനിക്കിനി ഇവിടെ ജീവിക്കണ്ടല്ലേ? മേരിക്കുട്ടി ഒന്ന് വീട് ഞങ്ങളെ മോളെ അവളെ ഒന്ന് പിടിച്ചു മാറ്റ, അല്ലെങ്കിൽ അപ്പൊ അവൻ ചത്തുപോകും. ഓ അത്ര പാവൊന്നല്ല എന്നെ, അവൾക്ക് കിട്ടട്ടെ 2 നീ മേരിക്കുട്ടിയെ, നീ ഇങ്ങോട്ട് വന്നേ. ചേച്ചി വിളിക്കണേ, ഇങ്ങോട്ട് വരാ. കരുപ്പ് തരുന്നില്ല. ഇങ്ങോട്ട് വന്നിരുന്നേ. ഇതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല റേച്ചിലേച്ചിയെ. നീ ഇവിടെ നമ്മുടെ അമ്മേനെ കൊല്ലൂലെന്ന് ആരെ കണ്ടിരിക്കണ ഇവിടെ? അങ്ങനെയൊക്കെ ഉണ്ടായ അന്ന് ഇവളുടെ ശവടക്കാണ്. ആ ശവടപ്പ് എന്തിനാ സൂസ് അന്നക്ക് വെക്കണ്? അതെന്നാ ഇവിടെ നടത്തിക്കൂടെ? നിങ്ങൾക്ക് അമ്മേനെ നോക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം എന്റെ അമ്മേനെ. അമ്മ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് അമ്മയുടെ വീടാ. പോകണ്ടേ കാര്യം അനിച്ച് ഇവിടുന്ന് പൊക്കോട്ടെ. നീ എന്താ മോനെ ഒന്നും മിണ്ടാണ്ടിരിക്കണേ? ഞാൻ എന്താ പറയാ ചേച്ചി, അവിടെ എൻ്റെ ഭാര്യ, ഇവിടെ എൻ്റെ അമ്മ, ഇവര് ഇങ്ങനെ പരസ്പരം ബോംബ് ചേർത്ത ഞാൻ എന്താ ചെയ്യാ? ഇതിൽ ആരുടെ പങ്കാ ഞാൻ പറയാ? നിങ്ങൾ ആരുടെ പങ്കും പറയാതിരിക്കാൻ നല്ലത്. ആ വല്യപ്പനാ, ഇരിക്ക് വല്യപ്പൻ. വല്യപ്പൻ എല്ലാം അറിഞ്ഞിട്ടാ ഒരു മക്കളെ. പീറ്ററേ, ഇതെല്ലാം നിന്റെ കഴിവായിരുന്നേ ഞാൻ പറയാം. കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ ആദ്യം തന്നെ നീ തലയിൽ കയറ്റി വെച്ചു. ഇത് പറയുമ്പോൾ വിളിക്കാനോട് ദേഷ്യം തോന്നും. എനിക്കതൊരു പ്രശ്നമല്ല. ചക്കരയാണെങ്കിലും പഞ്ചാരയാണെങ്കിലും പെണ്ണിനെ നിർത്തോണ്ട് കൊടുത്ത് നിർത്തടാ, അല്ലെങ്കിൽ നിനക്കും കിട്ടടി. ഓ അല്ലെങ്കിലും അവൻ അവളെ കൈ നടിയിട്ടിട്ടുണ്ട്. ഉണ്ടാ നിൽക്കടി. പീറ്ററേ, നിന്റെ ഈ അമ്മയുണ്ടല്ലോ, ഇത്രയും ത്യാഗം അനുഭവിച്ചൊരു പെണ്ണ് ഈ ഇടവകയിലുണ്ടായിട്ടുണ്ട്. നിന്റെ അപ്പം മരിക്കുമ്പോൾ നിനക്ക് 7 വയസ്സാണ്. അന്ന് തൊട്ട് നിന്റെ അമ്മ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കഷ്ടപ്പാട്, നട്ടപ്പാതിരക്ക് ഉറക്കമഴിച്ചിരുന്ന് പലഹാരമുണ്ടാക്കി വീട് വിടാന്തരം നടന്ന് വിറ്റഴിച്ച് പണമുണ്ടാക്കിയിട്ടാണ് നിങ്ങളെല്ലാം നിന്റെ അമ്മ വളർത്തിയത്. നിന്റെ അമ്മ റോസ ചെയ്ത കഷ്ടപ്പാട് ഈ ഭൂമിയിൽ ഒരു സ്ത്രീയും ചെയ്തിട്ടുണ്ടാവില്ല. കരയാൻ വേണ്ടി പറഞ്ഞല്ല മക്കളെ, അവൾ ചെയ്ത ത്യാഗത്തിന് നിങ്ങൾ അവൾക്ക് എന്ത് ചെയ്താലും മതിയാവില്ല. അതൊക്കെ ഞങ്ങൾക്ക് അറിയാൻ വല്യപ്പ. പക്ഷെ മേരിക്കുട്ടിയുടെ ഈ ഒച്ചയും ബഹളമൊക്കെ അവൾക്ക് അമ്മോടുള്ള സ്നേഹം കൊണ്ടാ. ഞങ്ങളുടെ അമ്മച്ചൊരു പാവമായതുകൊണ്ടല്ലേ വല്യപ്പ ഇവളുടെ ആട്ടുപത്തോണ്ട് ഇവിടെ ജീവിക്കുന്നത്. നിങ്ങളുടെ അമ്മച്ചി അത്ര പാവമൊന്നുമല്ല, അത്യാവശ്യം കുരുത്തക്കേടൊക്കെ നിങ്ങളുടെ അമ്മച്ചിൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞങ്ങളുടെ അമ്മയോട് കാട്ടിയ പോരൊക്കെ എനിക്കറിയാലോ. അതുകൊണ്ട് ഒരു കാര്യം പറയാം ഞാൻ റോസ, അന്യ വീട്ടിൽ വന്നൊരു പെൺകുട്ടിയാണ് നമ്മുടെ അന്നമോള്. അത് ഒരുപാട് പണിയെടുക്കുന്നുണ്ട് വീട്ടിൽ. അതിന് കുറച്ച് സ്വയം കൊടുക്കും റോസ. നീ ഇനി മേലാൽ ഈ കാര്യം പറഞ്ഞ് എന്നെ നീ ഇവിടെ വരുത്തിയാൽ അസല വിട കിട്ടും നിനക്ക്, ഓർത്തോ. നൂറ്റിക്കണക്കിന് സായിപ്പന്മാരുടെ തലകൾ അരിഞ്ഞു വീഴ്ത്തിയ എന്റെ ഖഡ്ഗമേ, നിന്നോട് വിട.